നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 806 806. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 1-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 6. ദ്രൗണ്യാസ്ത്രവിപ്ലുഷ്ടമിതം മദംഗം സന്താനബീജം ഗുരുപാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗദ അർത്ഥചക്രോ മാതുശ്ചമേയ ശരണം ഗദായ. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രാഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നതും കുരുപാണ്ഡവന്മാരുടെ വംശം നശിക്കാതിരിക്കുവാനുള്ള ആദികാരണവുമായ ഈ എൻ്റെ ദേഹത്തെ ശരണത്തെ പ്രാപിച്ച അമ്മയുടെ ജഡരത്തെ പ്രാപിച്ച ചക്രത്തെ ധരിച്ച യാതൊരുവൻ ഗോപനം ചെയ്തു, എന്നെ സംരക്ഷിച്ചു എന്ന ഗോപനം ചെയ്യാനർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം അതിഗംഭീരമാണ്, മനോഹരമാണ്. ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥമാവിനാൽ പ്രയോഗിക്കപ്പെട്ട ബ്രഹ്മാസ്ത്രമാകുന്ന അഗ്നിയുടെ പ്രഭാവത്താൽ ദഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ശരീരത്തെ, ആരുടെ? പരീക്ഷത്തിൻ്റെ ശരീരത്തെ ശരണം പ്രാപിച്ച എൻ്റെ മാതാവിൻ്റെ കുക്ഷിയിൽ പ്രവേശിച്ച, ശരണം പ്രാപിക്കാതെ കൊണ്ട് നമ്മളെ ഭഗവാൻ കാക്കില്ല. ഭഗവാനെ ആർത്തബന്ധോ ശരണാഗത വത്സല ദീനബന്ധോ പ്രേമസ്വരൂപ എന്നൊക്കെ വിളിച്ചാൽ തന്നെ വിളിക്കുള്ളൂ. വിളിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം പ്രാപിക്കാന്നാണ്. ആ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ധർമാർത്ഥ കാമങ്ങൾ മാത്രം പോരാ, എനിക്ക് മോക്ഷം വേണം. എല്ലാവരും 99.99% ആൾക്കാരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് എന്താ? ധർമ്മം വേണം, കാമം വേണം, അർത്ഥം വേണം. അല്ലാണ്ട് മോക്ഷം വേണമെന്ന് പറഞ്ഞ ആൾക്കാർ വളരെ കമ്മിയാണ്. അതാണ് നമ്മൾക്ക് ജാഗ്രത കുറവെന്ന് പറയും. ജാഗ്രത ഇല്ല നമ്മൾക്ക്. ഭഗവാന്റെ അടുത്ത് മോക്ഷം വേണമെന്ന് പറഞ്ഞാൽ കർമ്മത്തിനനുസരിച്ച ഭുക്തി ഭോഗങ്ങൾ അനുഭവിപ്പിക്കാണ്ട് ഭഗവാൻ കൊണ്ടുപോയില്ല. ഓരോ വ്യക്തികളും ചെയ്ത കർമ്മത്തിൻ്റെ ഭോഗാവസ്ഥ നമ്മൾക്ക് തരും ഭഗവാൻ. വിവാഹം കഴിക്കാം, എന്താണെന്നാ പറയുക, താരതമ്യേന ആവശ്യത്തിനുള്ള സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാം, വേണ്ടാന്ന് പറയണില്ല. അപ്പോൾ നമ്മുടെ എയിം എന്തായിരിക്കണം? മോക്ഷമായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ശരണം പ്രാപിച്ച എൻ്റെ മാതാവിൻ്റെ കുക്ഷിയിൽ പ്രവേശിച്ച ചക്രധാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിച്ചതിനാൽ കുരുപാണ്ഡവന്മാരുടെ വംശബീജമായിട്ട് ഈ ഞാൻ ബാക്കിയായി ശേഷിച്ചു എന്ന വാക്ക്. അന്ന് ഭഗവാൻ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഗർഭത്തിൽ തന്നെ ഞാൻ നശിച്ചു പോകുമായിരുന്നു. നമ്മുടെയൊക്കെ സ്ഥിതി അതാണ്. നമ്മളൊക്കെ രക്ഷിച്ചിട്ടുണ്ട് ഭഗവാൻ. എന്നിട്ടോ അതിനാൽ എൻ്റെ പിതാമഹന്മാർക്ക് മാത്രമല്ല എനിക്ക് തന്നെ പ്രത്യക്ഷമായിട്ട് ഭഗവാൻ ഉപകാരം ചെയ്തിരിക്കുന്നു. എൻ്റെ അമ്മയും ഭഗവത് ഭക്തയാകുന്നു. ആരാ? ഇദ്ദേഹത്തിൻ്റെ അമ്മ സുഭദ്ര, ഭഗവാന്റെ പെങ്ങളാണ്, അതായത് അമ്മ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയും ഭഗവത് ഭക്തയാകുന്നു. ഉത്തരയാണ്. ഉത്തര, അതായത് എനിക്ക് കുറച്ച് തെറ്റുപറ്റി.
ഉത്തരയാണ് അമ്മ. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ എന്താന്നാ പറയുക, പിതാമഹന്മാർ പഞ്ചപാണ്ഡവന്മാരൊക്കെ ശ്രീകൃഷ്ണ ഭക്തന്മാർ തന്നെ. പാണ്ഡവന്മാർ രക്ഷപ്പെടാൻ കാരണം തന്നെ ശ്രീകൃഷ്ണ ഭക്തി കൊണ്ടാണ്. അപ്പോൾ ഭഗവത് ഭക്തിയാകുന്നു. അതിനാൽ ശ്രീകൃഷ്ണ ഭക്തി ഞങ്ങളുടെ കുലപരമ്പരാധർമ്മമാകയാൽ ആ കഥ കേൾക്കാൻ അതിശ്രദ്ധ എനിക്ക് ഉണ്ടെന്നും കഥാശ്രവണത്തിൽ എനിക്ക് താല്പര്യമില്ലാതെയായാൽ ഉപകാരസ്മരണയില്ലായ്മയെന്ന ഒരു ദോഷം കൂടി എനിക്കുണ്ടാവും. എൻ്റെ പിന്നെ എന്താണെന്നാ പറയുക, മഹിമ ഒക്കെ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പം ഞാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളെ ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൃതജ്ഞതയില്ലാത്തവനാവും ഞാൻ. അത് പാടില്ല, ആശ്രയദോഷം ഉണ്ടാവുമെന്നാണ് പറയാം. അപ്പോൾ ഉപകാരസ്മരണമില്ലായ്മ എന്ന ഒരു ദോഷം കൂടി എന്നിലുണ്ടെന്നുള്ള ഭീതിയും സൂചിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടോ എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചും ഇച്ഛാമാത്രത്താൽ ഭഗവാൻ കൺസിഡർ ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കോടിക്കണക്കിന് അപ്ലിക്കേഷൻ ഇങ്ങനെ ചെല്ലാണ് ഭഗവാന്റെ അടുത്ത്. അപ്പം നമ്മൾ എത്രത്തോളം നിഷ്കാമത്വം ഉണ്ട്, മമതയില്ലാതെ കണ്ടുള്ള ഭക്തി ഉണ്ട്, നമുക്ക് രക്ഷപ്പെടാം. മമതയോട് കൂടിയിട്ട് എനിക്ക് അത് സാധിക്കണം ഇത് സാധിക്കണം എന്നൊന്നും പറഞ്ഞു പോകരുത്. എന്തുകൊണ്ടാണ് ഒരു കാര്യം നടക്കാത്തത് ചോദിച്ചാൽ നമ്മൾക്ക് അപകടം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഭഗവാൻ പെട്ടെന്ന് നടത്തി തരില്ല. അപ്പം നമ്മൾക്ക് പോസിറ്റീവ് എനർജി കൂടുതലാവുമ്പോൾ ഒരു പോരായ്മ വന്നാലും നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എപ്പോഴും നെഗറ്റീവിലാണ് പോകണമെന്ന് വിചാരിച്ചാലോ? അപ്പം നമ്മൾ വിചാരിച്ചൊരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടായില്ല എന്നല്ല പറയാം. ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. കാരണം എന്താ, ഉണ്ടായാൽ അതായിരിക്കില്ല റിസൾട്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ വരും വരായകൾ നമ്മൾക്ക് അറിയില്ല, പക്ഷെ ഭഗവാൻ അറിയും. അപ്പോൾ ഭഗവാൻ തരുന്നത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. അത് പ്ലസ് ആണോ മൈനസ് ആണോ, ഭഗവാന്റെ പ്രസാദമാണ്, എന്ത് തന്നെ ആയാണെങ്കിലും ശരി. അപ്പോൾ എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചും ഇച്ഛാമാത്രത്താൽ രക്ഷിക്കാൻ ശക്തനുമായിരിക്കുന്ന ഭഗവാൻ വിചാരിച്ചാൽ നൊടിയടയിലെ കയ്യെ നൊടിക്കുന്ന സമയം മതി. ഭഗവാൻ ചക്രധാരിയായി കുക്ഷിയിൽ പ്രവേശിക്കാതെ തന്നെ രക്ഷിക്കാൻ സമർത്ഥനായിരിക്കെ ഈ വിധം പ്രവർത്തിച്ചത് ഭഗവത് കാരുണ്യാതിശയത്തെ, ഭഗവത് കാരുണ്യം മാത്രമല്ല അതിശയത്തെ ഏറ്റവും സ്പഷ്ടമാക്കാൻ വേണ്ടി മാത്രമാകുന്നു. അമ്മയും വിഷ്ണുഭക്തയായിരുന്നുവെന്ന് പറഞ്ഞതിനാൽ അവരുടെ പുത്രനായി ജനിച്ചതിനാൽ തനിക്കുള്ള ധന്യത ആലോചിച്ച് സന്തോഷിക്കുന്നുവെന്നും ധ്വനിയാൽ സിദ്ധിക്കുന്നു. ധ്വനി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 7 വീര്യാണി തസ്യാഖില ദേഹഭാജാം അന്തർബഹി പുരുഷകാരൂപൈ, അകത്തും പുറത്തും ഭഗവാന്റെ കൃപ ഉണ്ടെന്നാ പറഞ്ഞത്. അകത്തും പുറത്തും അന്തർബഹി എന്നാ പറഞ്ഞത്. അപ്പോൾ പ്രയശ്ചതോ മൃത്യുമുദാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ. അതായത് എല്ലാ പ്രാണികൾക്കും ഉള്ളിലും പുറത്തും ജീവനായിട്ടും കാലനായിട്ടും മരണത്തെയും മോക്ഷത്തെയും കൊടുക്കുന്നവനും. എപ്പോഴാണ് മരണം വേണ്ടത് ആ സമയത്ത് മരണം കിട്ടും, എപ്പോഴാണ് മോക്ഷം വേണ്ടത് ആ സമയത്ത് മോക്ഷം കിട്ടും. അപ്പോൾ മായാമനുഷ്യസ്യ, മായ കൊണ്ട് മനുഷ്യനുമായിരിക്കുന്ന ആ ഭഗവാന്റെ വൈഭവങ്ങളെ എല്ലാം അറിവുള്ളവയെ പറഞ്ഞാലും അറിവില്ലാത്തവർക്ക് എങ്ങനെ ഭഗവാനെ പറ്റിയിട്ട് പറയാൻ പറ്റുക? അപ്പോൾ വിദ്വത്വം ഉണ്ടായ പോരാ, ആ വിദ്വത്വം കറകളഞ്ഞതായിരിക്കണം. എന്ന് പറഞ്ഞാൽ A to Z കാര്യങ്ങൾ നെല്ലും പതിരും മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനാണ് ഈ ആഖ്യാനം വായിക്കണം പഠിക്കണം, ആഖ്യാനം വായിക്കണം പഠിക്കണം എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾക്ക് എത്രത്തോളം ഈശ്വരാനുഗ്രഹം വേണോ അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പറ്റില്ല.
ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള ഉറപ്പ് കിട്ടിയ പിന്നെ എന്തിനാ അത് വേണ്ട വയ്ക്കണത്? അപ്പോൾ പിന്നെ അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാ. ജീവസ്വരൂപനായിട്ടും കാലസ്വരൂപനായിട്ടും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന മായാമനുഷ്യനായ ഭഗവാൻ അവിശേഷേണ സകല ജനങ്ങൾക്കും വിശേഷേണ മുക്തിയും മരണവും നൽകുന്നു. നാശരഹിതന്മാരായിരിക്കുന്ന ഭീഷ്മാദികൾക്ക് മരണത്തെ നൽകി അല്ലേ? പറയുമ്പോൾ അദ്ദേഹം എത്ര വലിയ ആളാ, പിതാമഹൻ, എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ എന്തായി? പക്ഷേ വേണ്ട സ്ഥലത്ത് തല ഉയർത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞില്ല. അതായത് പാഞ്ചാലിനെ പോലെ ഒരു ഉത്തമ സ്ത്രീയെ വിവസ്ത്രയാക്കുമ്പോൾ അരുത് എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ അവിടെ മഹാഭാരതം കഥ കഴിയും. അപ്പോൾ നമ്മൾക്ക് ഭഗവത്ഗീത നഷ്ടം വരും. അപ്പോൾ വ്യാസരെ ഓരോ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബാലന്മാരെ കൊന്നു നടക്കുന്ന പൂതനാദികൾക്കും മോക്ഷത്തെ നൽകി. ജീവനായിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെ എന്നറിഞ്ഞിരിക്കുന്നവർക്ക് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ജീവൻ സാക്ഷാൽ ശ്രീഹരിയാണ്, ശ്രീകൃഷ്ണ പരമാത്മാവാണ് എന്ന ബോധം ഇനി വന്നിട്ടില്ലെങ്കിൽ മോശമാണ്. ആ ബോധം വരണം. ആ ബോധമാണ് നമ്മളെ എന്ത് ചെയ്യണത്? There will be a silver line in the horizon. ആകാശത്ത് നമ്മൾക്ക് വേണ്ടി ഒരു വെള്ളിരേഖയുണ്ട് എന്ന് ഒരു ധാരണ വരണം. അപ്പൊ പറയുന്നു അന്തര്യാമി രൂപേണ മുക്തി നൽകുന്നു. ആ ബോധം ഇല്ലാത്തവർക്ക് പുറമെ കാലരൂപനായി മരണത്തെയും നൽകുന്നു. മായ കൊണ്ട് മനുഷ്യരൂപം സ്വീകരിച്ച് ദുഷ്ടന്മാരെ സംഹരിക്കുകയും നല്ലവരെ അനുഗ്രഹിക്കുകയും ചെയ്യാൻ പല കർമ്മങ്ങളും ഭഗവാൻ ചെയ്തിട്ടുള്ളതെല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങ് എന്നോട് ഭഗവാന്റെ ലീലകൾ വിസ്തരിച്ച് പറയണമേ എന്നാണ് പറഞ്ഞത്. വിസ്തരിച്ച് പറയണം. എനിക്കൊരു മടിയില്ല കേൾക്കാൻ, മടുപ്പുണ്ടാവില്ല. ആ 8ാമത്തെ ശ്ലോകം. രോഹിണ്യാസ്തനയ പ്രോക്തോ രാമസംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാം. അതായത് സംഘർഷൻ എന്നുകൂടി പേരുള്ള രാമൻ രോഹിണിയുടെ പുത്രൻ എന്ന് അങ്ങയാൽ പറയപ്പെട്ടു. അന്യശരീരം കൂടാതെ ദേവകിയുടെ ഗർഭത്തിലുള്ള ചേർച്ച എങ്ങനെ ഉണ്ടായി? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുകളിൽ വിവരിച്ച ശ്ലോകങ്ങളാൽ സാമാന്യമായി ഭഗവത് ചരിത്രം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേട്ടിടത്തോളം ഉണ്ടായ സംശയങ്ങളും യുക്തിവിരോധങ്ങളും തീർത്തു തരണമെന്നുള്ള അഭിപ്രായത്തോടുകൂടി 4 ശ്ലോകങ്ങൾ കൊണ്ട് വിശേഷ വിധികൾ ചോദിക്കുന്നു. ഇനി ഒരു പാരഗ്രാഫ് കൂടി ഉണ്ടല്ലേ. ബലൻ, ഗതൻ, സാരണൻ, ദുർമദൻ, വിപുലൻ, ധ്രുവൻ എന്നീ പുത്രന്മാരെ വസുദേവര് രോഹിണിയിൽ ജനിപ്പിച്ചു എന്നൊരിക്കൽ പറഞ്ഞു. ആരൊക്കെ? ബലൻ, ഗതൻ പറയണ്ടായി, ഗദാഗ്രജായ നമഃ വിഷ്ണു സഹസ്രനാമത്തിൽ. അപ്പോൾ സാരണൻ, ദുർമദൻ, വിപുലൻ, ധ്രുവൻ രോഹിണിയിൽ ജനിപ്പിച്ചു എന്നൊരിക്കൽ പറഞ്ഞു. കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ, ഋജു, സമ്മർദ്ദനൻ, ഭദ്രൻ, സംഘർഷണൻ, കൃഷ്ണൻ എന്നീ 8 പേരെ ദേവികയിലും ജനിപ്പിച്ചു എന്ന് പിന്നൊരിക്കൽ പറഞ്ഞു. സംഘർഷണൻ എന്നും ബലൻ എന്നും ഒരാളുടെ പേരായിരിക്കയാൽ 2 സ്ത്രീകളിൽ ഒരാൾ തന്നെ എങ്ങനെ പുത്രനായി ഭവിച്ചു? അവ സത്യത്തിൽ എന്താ ഉണ്ടായത്? ദേവികി ദേയില് ഗർഭം ഉണ്ടായി. അത് ഭഗവൻ മായാദേവിയോട് പറഞ്ഞു, ഇതിനെ എന്ത് ചെയ്യണം? ശ്രവിപ്പിച്ച് നീ ഇതിനെ ആവാഹിച്ച് രോഹിണി ഗർഭത്തിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരാളെന്നെ 2 ആളുടെ വയറ്റിലുണ്ടായി എന്നർത്ഥം. 9ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാൽ വ്രജം ഗത
ക്വവാസം ജ്ഞാതിഭിः സാർദ്ധം കൃതവാൻ സാത്വതാം പതി. അതായത് ഐശ്വര്യാദിസഹിതനായ ശ്രീകൃഷ്ണൻ എന്തു കാരണത്താൽ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഗോകുലത്തെ പ്രാപിച്ചു? ഭക്തരക്ഷകൻ ബന്ധുക്കളോടുകൂടി ഏതു ദിക്കിൽ വാസത്തെ ചെയ്തു? ഇതൊക്കെ അറിയണം. അപ്പം അതിൻ്റെ ഭാവാർത്ഥം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജ്ഞാനം, വീര്യം, യശസ്, ശ്രീ, വൈരാഗ്യം, ഐശ്വര്യം. ഈ ശ്രീയും ഐശ്വര്യവും രണ്ടും ഒന്നാണോ ചോദിച്ചാൽ അല്ല. അപ്പം ജ്ഞാനം, വീര്യം, യശസ്, ശ്രീ, വൈരാഗ്യം, ഐശ്വര്യം എന്നീ 6 ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനും ഭക്തന്മാരുടെ സംസാര സങ്കടത്തെ മുഴുവൻ സംഹരിച്ച് പരമാനന്ദ സ്വരൂപത്തിൽ ഇരിക്കുകയെന്ന സ്വരൂപത്തോടുകൂടിയ മുക്തിയെ കൊടുക്കുന്നവനുമായ. അപ്പോൾ ഒരാൾ പരമാനന്ദത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദം പരമാനന്ദത്തിലാണ് എന്ന് ചോദിച്ചാൽ അയാൾ മുക്തനാണ്. കാരണം ദുഃഖമില്ലായില്ല, ദുഃഖത്തെ ഒരു കൈ അകലത്തിൽ വയ്ക്കാൻ പഠിക്കണം. അപ്പോഴാണ് സ്വതസിദ്ധമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ പറ്റുള്ളൂ. സുഖദുഃഖങ്ങൾ മിശ്രങ്ങളായിട്ട് വരും, അല്ലെങ്കിൽ മാറി മാറി വരും. അതിൽ നമ്മൾ ഉത്സാഹം കൊള്ളും വേണ്ട, മൂകത കൊള്ളും വേണ്ട. അതല്ല നമ്മുടെ ഡെസ്റ്റിനി. പിന്നെന്താ? ആത്മാരാമത്വമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭഗവാൻ സർവ ശരീരങ്ങളുടെയും മരണഭീതി തീർത്ത് രക്ഷിക്കുന്നവനാകയാൽ ഏറ്റവും വലിയ ഭയം എന്താ? മരണഭീതി തന്നെയാണ്. പക്ഷെ മരിക്കുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തിനാ ഭീതി? എപ്പോഴാണെങ്കിൽ മരിച്ചോട്ടെ. അതുകൊണ്ടാണ് മനസ്സിൽ കൽമഷം വെക്കാതെ കണ്ട് അന്തിക്ക് ഉറങ്ങാൻ സാധിക്കണം, ഉറങ്ങാൻ കിടക്കണം. അത് വലിയൊരു വീക്ക്നെസ്സാണ്. നമ്മൾക്ക് സാധിക്കണില്ല, എല്ലാവർക്കും സാധിക്കണില്ല. അത് വലിയൊരു പരാജയമാണ്. നമ്മൾക്ക് ഈ ഭൂമിയിൽ ആരോടെ കടപ്പാടുള്ളൂ? ഈശ്വരീയതയോട് മാത്രമേ കടപ്പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വ്യവഹാരികതയാണ്. ആരാ എപ്പോഴാണ് നമ്മളെ ഒഴിവാക്കി പോവാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കംസനെ ഭയപ്പെട്ടും കൊണ്ട് പിതാവായ വസുദേവരുടെ വാസസ്ഥാനമായ മധുരാപുരിയെ വിട്ട് ഗോകുലത്തിലേക്ക് പോവാൻ എന്താണ് കാരണം? ഭക്തന്മാരായ യാദവന്മാരുടെ നാഥനായ ശ്രീകൃഷ്ണൻ ബന്ധുജനസഹിതനായി എവിടെയാണ് വസിച്ചത്? പിതാവിനെ വിട്ട് നന്ദഗോപരുടെ സമീപത്തേക്ക് പോയതിനാൽ വസുദേവരെക്കാൾ നന്ദഗോപരിൽ പ്രീതി അധികമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് കാരണമെന്ത്? മധുരാപുരിയെ വിട്ട് യാദവന്മാരോടുകൂടി വസിച്ചത് എവിടെയെന്ന് ചോദിച്ചതിനാൽ ദ്വാരകയിൽ ചെന്ന ശേഷം എന്തെല്ലാം ചെയ്തുവെന്നും ബന്ധുക്കളായി നിങ്ങളെ കാണാൻ പിന്നെ വരാം എന്നു പറഞ്ഞ് ബൃഹദ്വനമെന്നു പേരായ പൂർവവാസസ്ഥാനത്തെ ഉപേക്ഷിച്ച ശേഷം ഗോപന്മാരോടുകൂടി എവിടെ ചെന്ന് വസിച്ചുവെന്നും ചോദിച്ചതിനാൽ വൃന്ദാവന ലീലയെക്കുറിച്ച് പ്രത്യേകം ചോദ്യം ചെയ്തുവെന്ന് ഫലിതാർത്ഥം, ഫലിതം പറയുന്ന രീതിയിൽ ആണത് ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞു. 10ാമത്തെ ശ്ലോകത്തേക്ക് പോവാ. വ്രജേ വസൻ കിം അകരോൻ മധുപുര്യാം ച കേശവ ഭ്രാതരം ച അവധിൽ കംസം മാധുരധാദർഹണം. ഗോകുലത്തിലും മധുരയിലും വസിക്കുന്നവനായിട്ട് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? അമ്മയുടെ സഹോദരനും വധിക്കാൻ യോഗ്യനുമല്ലാത്ത കംസനെ സാക്ഷാത്തായിട്ട് എന്തു ഹേതുവായിട്ട് വധിച്ചു? വധിക്കാൻ, അമ്മാവനെ വധിക്കാൻ പാടില്ലാത്തതാ, പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് വധിച്ചത്? അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകുമ്പോൾ ബ്രഹ്മാവിനും ഈശ്വരനായ രുദ്രനും, ബ്രഹ്മാവിനും ഈശ്വരനായ രുദ്രനും, വളരെ ശ്രദ്ധിക്കണം. രുദ്രനാരാ? ഈശ്വരനാ, ദേവനല്ല. അപ്പൊ ബ്രഹ്മാവിനും ഈശ്വരനായ രുദ്രനും സുഖത്തെ നൽകുന്ന അമാനുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോകുലത്തിലും മധുരാപുരിയിലും വസിക്കുന്ന കാലത്ത് എന്തെല്ലാം ചെയ്തു? അപ്പോൾ 2 ഈശ്വരന്മാരുണ്ടോ ചോദിക്കരുത്. കൃഷ്ണനും അല്ലെങ്കിൽ വിഷ്ണുവും ശിവനും ഒന്ന് തന്നെയാണ്.
അതിന് ഗുരുനാഥനിൽ നിന്ന് ഒരു പ്രമാണം കേട്ടുപഠിക്കണം, ഗുരുത്വം കേട്ടുപഠിക്കണം. ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു. അതാണ് വിഷ്ണു, ബ്രഹ്മാവ്, പരമശിവൻ. ഒരു ബ്രഹ്മാണ്. ഓരോ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഓരോ പേരുകൾ. സത്യത്തിൽ എല്ലാം ഒന്നാണ്. അപ്പോൾ പറയുന്നു, സ്വമാതൃ സഹോദരനായിരിക്കയാൽ തൻ്റെ മാതുലനായ കംസനെ കൊല്ലുന്നത് സമുചിതമല്ലാതിരിക്കെ നേരിട്ട് തന്നെ ചെന്ന് കംസനെ കൊല്ലാൻ എന്താണ് സംഗതി എന്നായി. അപ്പം അതിൻ്റെ മുമ്പ് പറയുന്നുണ്ട്, പിന്നെ ഈശ്വരനായ രുദ്രനും സുഖത്തെ നൽകുന്ന അമാനുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോകുലത്തിലും മധുരാപുരിയിലും വസിക്കുന്ന കാലത്ത് എന്തെല്ലാം ചെയ്തു എന്നും ചോദ്യമുണ്ട്. അപ്പോൾ 11ാമത്തെ ശ്ലോകം നോക്കുക. ദേഹം മാനുഷമാശ്രിത്യ കതി വർഷാണി വിഷ്ണിഭി യദുപുര്യാം സഹാവാത്സേത് പത്ന്യ കത്യഭവൻ പ്രഭോ. അതായത് മാനുഷം ദേഹം, മനുഷ്യദേഹത്തെ ആശ്രയിച്ചിട്ട് വൃഷ്ണികളോടുകൂടി മധുരാപുരിയിൽ എത്ര വർഷം വസിച്ചു? പ്രഭുവിന് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു? ചോദ്യങ്ങളുടെ ശരവർഷമാണ്, ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട്. അപ്പോൾ പറയും അദ്ദേഹം, ആ ഭാവാർത്ഥം പറയാണ്, മായ കൊണ്ട് ലീലാവിഗ്രഹം ധരിച്ച ഭഗവാൻ വൃഷ്ണികളോട് കൂടി ചേർന്ന് മധുരാപുരിയിൽ എത്ര വർഷം വസിച്ചു? ഗൃഹസ്ഥാശ്രമധർമ്മം പരിപാലിച്ചിരുന്ന മഹാപ്രഭുവായ ഭഗവാൻ എത്ര ഭാര്യമാരെ സ്വീകരിച്ചു എന്നൊക്കെ ചോദ്യമായി. 12 ഏതധന്യശ്ച സർവം മേ മുനേ കൃഷ്ണവിചേഷ്ടിതം വക്തും അർഹസി സർവജ്ഞ ശ്രദ്ധദാനായ വിസ്തൃതം. എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് വിസ്തരിച്ച് പറയണം. പറയണോ? എല്ലാം അറിവുള്ള മനനശീല, ഇതും ഇതിൽ ഉൾപ്പെടാത്തതും എല്ലാം ശ്രീകൃഷ്ണൻ്റെ വ്യാപാരത്തെയും വിസ്തരിച്ച് ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന എനിക്ക് വചിപ്പാനായിക്കൊണ്ട് അങ്ങ് അറിയിക്കുന്നു. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പാടില്ല. അവനവൻ്റെ കാര്യം പറയാം. അവനവൻ്റെ കാര്യം ഇവിടെ എന്താ പറഞ്ഞു? ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞോളൂ. പറയാൻ താല്പര്യപ്പെടുന്നു. കാരണം കേൾക്കുന്ന ആൾ റിസീവിങ് എൻഡിലാണ്. അപ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. താണനിലത്തെ നീരോടു എന്നൊക്കെയാണ് അവിടെ മാനദണ്ഡങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. അറിവില്ലാത്ത എനിക്ക് ചോദിക്കാൻ തന്നെ അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കാതെ വിട്ടുപോയതും, ഞാൻ പരമജ്ഞനല്ല, പരമാത്മജ്ഞാനുണ്ടെങ്കിൽ എനിക്കൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെയാണ്. അപ്പം എനിക്ക് ചോദിക്കാൻ തന്നെ അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കാതെ വിട്ടുപോയതും ചോദിച്ചതുമായ ശ്രീകൃഷ്ണ ലീലകൾ മുഴുവനും കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്ന എന്നോട് പറയാൻ അങ്ങ് യോഗ്യനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ചെയ്ത സകല വ്യാപാരങ്ങളെയും അറിയാൻ അങ്ങയെപ്പോലുള്ള സർവജ്ഞന്മാർക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. കാരണം വ്യാസര് ഭാഗവതം രചിച്ച് അത് ഒരു തലനാരഴയ്ക്ക് മാറ്റമില്ലാതെ ആസ് ഇറ്റ് ഈസ് അങ്ങയെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു, അങ്ങ് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയ്ക്ക് അനായാസേന അത് പറയാൻ പറ്റും. കേൾക്കാൻ ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പം പറയണു, അപ്പം അറിയാൻ അങ്ങയെപ്പോലുള്ള സർവജ്ഞന്മാർക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. സംസാര ചിന്തകളെ മുഴുവനും ഉപേക്ഷിച്ച്, വളരെ ശ്രദ്ധിക്കണം, ഭാഗവതം ആവണമെങ്കിൽ പറയുന്നുണ്ട് എന്താ? സംസാര ചിന്തകളെ മുഴുവനും ഉപേക്ഷിച്ച്. കാരണം
ഒരു KNACK നാക്ക് പറഞ്ഞൊരു വാക്കുണ്ട് ഹിന്ദിയിൽ, അല്ല ഇംഗ്ലീഷിൽ. നാക്ക് എന്താ അതിനർത്ഥം? സാമർഥ്യം എന്നാ. എന്താ സാമർഥ്യം? ഈശ്വരനെ പറ്റി അറിയണമെന്ന് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഈശ്വരന് സന്തോഷമായി. ഈശ്വരന് സന്തോഷമായാൽ ഈശ്വരൻ പരീക്ഷിത്ത് ശുഖബ്രഹ്മ ഋഷിയോട് പറഞ്ഞ പോലെ അങ്ങക്കെല്ലാം അറിയുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾക്ക് വേണ്ടതെല്ലാം ഭഗവാൻ ചെയ്തു തരും. ഒന്നും പ്രത്യേകമായിട്ട് ചോദിക്കരുത്. ചോദിച്ചാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതിൽ. ദേവകീ ദേവി, വസുദേവരും ദേവകീ ദേവി എന്താ പ്രാർത്ഥിച്ചുള്ളൂ? എനിക്ക് അങ്ങ് മകനായി പിറക്കണം എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. യശോദമ്മ നന്ദഗോപുരം എന്താ പ്രവർത്തിച്ചത്? അങ്ങ് കുട്ടിയായിട്ട് ഞങ്ങൾക്ക് വളർത്താൻ സാധിക്കണം. അപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞു, വേറൊരു സ്ഥലത്ത് കുട്ടിയായിട്ട് വന്നു. നേരെ മറിച്ച് ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യങ്ങളൊക്കെ തന്ന് നിറവേറ്റണം എന്ന് പറഞ്ഞാൽ പറക്കും ചെയ്യും, കുട്ടിയായിട്ടും ഇരിക്കും. അപ്പോൾ ചോദിക്കുന്നവരുടെ ആലസ്യമാണ് കാര്യഗൗരവങ്ങൾക്ക് കമ്മി വരുത്തുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ചിന്തകളെ മുഴുവൻ ഉപേക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കാരണം സർവജ്ഞനും സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ലേ? ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഭഗവാൻ എന്തിനാ? ഭഗവാൻ എല്ലാ സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ സച്ചിദാനന്ദം നമ്മൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഐഹികവും പാരത്രികവുമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കണം. അപ്പം ഇഹത്തിലും പരത്തിലും സൗഖ്യം വേണം. അത് അദ്ദേഹത്തിന് അറിയാം, അത് അദ്ദേഹം തരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭഗവത് ഗുണങ്ങളെ ആലോചിച്ചിരിക്കുന്ന ശുദ്ധാന്തക്കരണമുള്ളവർക്കല്ലാതെ, അന്ധക്കരണം ശുദ്ധമായിട്ട് ആയാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. എനിക്കിപ്പം നല്ല ഓർമ്മയുണ്ട്. 2007 ഡോംബിവിലി മുള്ളൻകൽ ഈസ്റ്റിൽ നീലൻ നഗറിൽ ഒരു ഗുജറാത്തി ഹാളിൽ വെച്ചിട്ട് ഒരു സപ്താഹം. അപ്പോൾ എൻ്റെ അഭിനയാംശമായിട്ടുള്ള ചേച്ചി എന്നോട് പറഞ്ഞു, സാറേ വെറുതെ അവിടെ പോയിട്ട് അതും പറഞ്ഞിട്ട് കിട്ടിയ ചാൻസ് കളയണ്ട. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കിട്ടിയ ചാൻസ് കളയണ്ട, സാറിന് ധാരാളം ചാൻസ് കിട്ടണം. അവർക്കതാണ് ആഗ്രഹം. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ മഹാത്മ്യം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ചേച്ചി ഉപദേശിച്ചിട്ട് ഞാനത് കേട്ടില്ല, സാറില്ല, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതാണ് എൻ്റെ സന്തോഷത്തിന് കാരണം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡുകൾ പറയാൻ എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ ഇതിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന സംശുദ്ധമായ തത്വശാസ്ത്രങ്ങളെ അഗാധമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അത് എനിക്കൊരു പിടിവള്ളിയായിട്ട് മാറി. അതാണ്ടായത്, ഒരു പിടിവള്ളിയാണത്. അതില്ലെങ്കിൽ പിന്നെ കഥയിലെന്തായിരിക്കണത്? എല്ലാവർക്കും അറിയാം കഥകൾ. അപ്പോൾ അതാണ്, ശുദ്ധാന്തകരണമുള്ളവർക്കല്ലാതെ സർവജ്ഞത്വം സിദ്ധിക്കുകയില്ല. ശ്രദ്ധയില്ലാത്തവരോട് അവർ പറയുകയുമില്ല. അതിനാൽ സർവജ്ഞനും മുനിയുമായിരിക്കുന്ന അങ്ങ് ശ്രദ്ധാലുവായ എന്നോട് ശ്രീകൃഷ്ണ കഥകൾ മുഴുവൻ പറയാനും അർഹനാകുന്നുവെന്ന് താല്പര്യം. എത്ര ഗഹനമായിട്ടാണ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. 13ാമത്തെ ശ്ലോകം കൂടിയും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 13 നൈഷാദിദുസ്സഹാക്ഷുന്മാം ത്യക്തോദം അഭിബാധതേ ബിബന്ധം തന്മുഖാംഭോജാച്യുതം. അങ്ങയുടെ മുഖകമലത്തിൽ നിന്നൊഴുകുന്നതായ അച്യുതൻ്റെ കഥയാകുന്ന അമൃതനെ പാനം ചെയ്യാൻ ഞാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. പിബന്ധം തന്മുഖാംഭോജാച്യുതം ഹരികഥാമൃതം. സഹിപ്പാനൊട്ടും കഴിയാത്ത ഈ വിശപ്പ്, എനിക്കെന്താ വിശപ്പ്?
ഹരികഥയാകുന്ന അമൃത അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകുന്നത് 2 കൈയിൽ കൂടെ എടുത്തിട്ട് എനിക്ക് വായ കൂടെ പാനം ചെയ്യണ്ട, ചെവി കൂടെ പാനം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അതാണ് ജലപാനം കൂടി പറയുന്നു. ഈ വിശുപ്പ് ജലപാനം കൂടി ചെയ്യാത്തവനാണെന്നിരിക്കലും അങ്ങയുടെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്നൊഴുകുന്ന കൃഷ്ണകഥയാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ ഉപദ്രവിക്കുന്നില്ല. കാരണം വെള്ളം കുടിച്ചാൽ ഉള്ളിൽ ജഡരാഗ്നി ഉള്ളത് കാരണം പിന്നെ ദാഹിക്കും. അമൃതം കുടിച്ചാലോ മരണമില്ലായ്മ അവസ്ഥ. അതാണ് അമൃതം എന്നുള്ള വാക്കിനർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഹരികഥകൾ കേൾക്കുന്നതിന് തടസ്സം നേരിട്ടാൽ മഹർഷിയുടെ കഴുത്തിൽ സർപ്പത്തെ എടുത്തിട്ടതായ അപരാധ ചിന്ത നിമിത്തം ഉണ്ടാകുന്ന താപത്താലും വിശപ്പിനാലും ദാഹത്താലും എൻ്റെ പ്രാണൻ ഇപ്പോൾ ദേഹത്തിൽ നിന്ന് വേറിടും എന്ന അഭിപ്രായത്തോടു കൂടി പറയുന്നു. ഹേ മുനെ, അങ്ങയുടെ മുഖമാകുന്ന താമരപ്പൂവിൽ നിന്ന് തടസ്സം കൂടാതെ ഒഴുകി വരുന്ന സകല സന്താപകരമായ എല്ലാ സന്താപങ്ങളെയും ഹരിക്കുന്നതായ ശ്രീകൃഷ്ണ കഥയാകുന്ന അമൃതം അനവരതം എണ്ണധാര പോലെ അനവരതം ശ്രദ്ധയാ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ജലപാനം കൂടി ചെയ്യാതെ ചെയ്തിരിക്കുന്നതെങ്കിലും വിശപ്പും ദാഹവും ലേശവും എന്നെ ഉപദ്രവിക്കുന്നില്ല. ഇതായിരിക്കണം ശ്രദ്ധാലുവായ ഒരു ശ്രോതാവിൻ്റെ ആറ്റിറ്റ്യൂഡ്. അല്ലാതെ ഇന്ന് ആരുടെ അന്നദാന, മോര് പാർന്ന കറിയാണോ, സാമ്പാറാണോ, രസം ഉണ്ടാവുമോ, മോരിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവുമോ, ഇതൊന്നും ചിന്തനീയ വിഷയമല്ല. അപ്പോൾ നമ്മുടെ മേന്മ കാണിക്കാനുള്ള അവസരമല്ല സപ്താഹത്തിൽ നിവേദ്യം. ജീവൻ കിടക്കാനുള്ളത് മാത്രമേ അഹരിക്കാവൂ. അതാണ് വളരെ ക്ലിയർ കട്ടായിട്ട്. ഇത് വായിച്ച് പഠിച്ചാലല്ലേ ഇതൊക്കെ അറിയുള്ളൂ നമുക്ക്. അതുകൊണ്ട് ദേഹാദികൾ നിമിത്തം കഥാശ്രവണത്തിന് താല്പര്യമില്ലെന്ന് ശങ്കിക്കാതിരിക്കണം എന്ന് മാത്രമല്ല, അത് കേൾക്കാതിരുന്നാൽ മാത്രമാണ് ആ വക പ്രാണധർമ്മങ്ങൾ എന്നെ ബാധിക്കുക. ഇപ്പോൾ നാളെ ആയില്യപൂജയാണ്. ഇപ്പോൾ എന്താണെന്ന് പറയുക, ബുധനാഴ്ച വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയിട്ടാണ് ഇപ്പം ഞാനിത് അവസാനിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് വേണം എനിക്ക് വിളക്കുകൊളുത്താൻ പോകാൻ. ഇതിപ്പോൾ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. നാളെ ആയില്യപൂജയാണ്. അപ്പോൾ കാവൊക്കെ കഴുകി പൂജാപാത്രങ്ങളൊക്കെ മോര് കൊണ്ടുവച്ചിട്ടുണ്ട്. നാളെ ഒരു 10-10 പൂജ കഴിയാൻ. അപ്പം പിന്നെ ഞാനിത് എപ്പോഴാണ് പറയുക? അപ്പോൾ ഇതൊക്കെ അഡ്വാൻസാണ്. നാളേക്കുള്ളത് ഇന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ ഇന്ന് 805-ാമത്തെ എപ്പിസോഡ് ഇന്ന് കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ? എന്നിൽ നിന്ന് വീഴ്ച വരാതെ കണ്ട് ഒരു ദിവസത്തിൽ ഒരു എപ്പിസോഡ് പറയാൻ സാധിക്കണേ ഭഗവാനെ. അത് ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല. ദശമസ്കന്ധം ഇത് തുടങ്ങിയ മുതൽക്ക് ഉള്ളിലെന്താ ദശമസ്കന്ധം. അത് എന്താ ദശമസ്കന്ധം? അത് കഴിഞ്ഞാലാണ് 90 അധ്യായങ്ങൾ കഴിഞ്ഞാലാണ് ഏകാദശ സ്കന്ധത്തിൽ അതിമനോഹരമായിട്ടുള്ള വേദാന്ത സൂക്തങ്ങൾ. ഇത് ഓരോന്ന് കഴിയണ്ടേ സമയാസമയത്ത്. അപ്പോൾ കേൾക്കാതിരുന്നാൽ മാത്രമാണ് ആ വക പ്രാണധർമ്മങ്ങൾ എന്നെ ബാധിക്കുക. അതിനാൽ പ്രാണ അപായത്തിൽ നിന്ന് രക്ഷിക്കുന്ന കഥാമൃതവർഷത്തെ നിർത്താതിരിക്കണം എന്നുള്ള അതിശ്രദ്ധ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഭഗവത് ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്ന ഭഗവത് കഥ അമൃതത്തേക്കാൾ മധുരമുള്ളതാണെന്നും ഹരികഥ ഉപദേശിക്കുന്ന ശ്രീ ശുഗമുനിയുടെ അന്ധക്കരണ പ്രസാദം നിമിത്തം മുഖത്തിന് ഭംഗി അധികരിച്ചിരിക്കുന്നുവെന്നും കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ശുഗമുഖത്തെ താമരയോടും ഹരികഥയെ അമൃതത്തോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു.
കീർത്തിക്കുന്നത് കൊണ്ട് അങ്ങ് സന്തോഷിക്കുന്നത് പോലെ കേൾക്കുന്നത് കൊണ്ട് ഞാനും അധികം ആനന്ദിക്കുന്നു എന്ന് സിദ്ധാന്തം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ പറയുക, ഞാൻ തന്നെ കേൾക്കുക, ഞാൻ തന്നെ കാണുന്നുണ്ട്. മൊബൈലിൽ ഞാനാണുള്ളത് ആദ്യം കാണുന്നത്. അപ്പം 3 നിലയ്ക്കാണ് എനിക്ക് ലാഭം. ഞാൻ പറയണു, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു. അതും ആസ് ഇറ്റ് ഈസ്. ഗോപാലൻ നായർ അദ്ദേഹം വ്യാസനിർമ്മിതമായ ഭാഗവതം ശുഗമഹർഷി എന്തൊക്കെ പറഞ്ഞു അത് അക്ഷരം വിടാതെ കണ്ട് താല്പര്യത്തോടുകൂടി എനിക്ക് പറയാൻ ഒരു സന്ദർഭം കിട്ടിയതിനോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ. കാരണം ഞാൻ തന്നെ ഇപ്പോൾ സപ്താഹത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒഴുക്കൻമട്ട അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ രാമേശ്വരത്തെ തലമുണ്ടനം പോലെ ആവുന്നത്. കാരണം അത്രേ പറ്റുള്ളൂ. ഇത് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി. എന്താ നിശ്ചയദാർഢ്യം? ധർമാർത്ഥ കാമ മോക്ഷം. അതുതന്നെയാണ്. എൻ്റെ കടമയും എൻ്റെ കടപ്പാടും ഞാൻ നിറവേറ്റുന്നു. എനിക്ക് എന്നോടുള്ള കടമയും കടപ്പാടുകളും. അതിന് കാരണഭൂതനായിരുന്ന ആയി വന്നിട്ടുള്ള ചെറുശ്ശേരിയിൽ ആർ കരുണാകരൻ പിള്ളയുടെ സ്ഥാനം അതീവ ഉയരത്തിലാണ്. അതിന് കാരണം എൻ്റെ അഭിവന്ദ്യ പിതാവ് എനിക്ക് ജന്മം തന്നു, എൻ്റെ അമ്മ ഉൾക്കൊണ്ടു. അതുമാണല്ലോ പറയാം. അപ്പോൾ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിൻ്റെ ഒരു മൂർത്തി ഭാവമാണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ നിർത്താൻ നമ്മൾക്ക് ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്താസികനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.